ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ CPM നിയന്ത്രിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ഏജൻസിയെ BJPക്ക് വിശ്വാസമില്ല എന്ന് പറയാനാകുമായിരിക്കാം. കേന്ദ്ര സർക്കാരിനോട് കൃത്യമായി ചോദ്യം വന്നപ്പോൾ കേരളത്തിൽ ലവ് ജിഹാദ് എന്നൊരു കാര്യമേ നടന്നിട്ടില്ല എന്ന് മറുപടി നൽകിയ പിന്നെ എന്തുകൊണ്ടാണ്? എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. നടന്നിട്ടില്ലെന്നല്ല, നോട്ട് ഡിഫൈൻഡ്. അല്ല, കിഷൻ റെഡ്ഡി പറഞ്ഞത് നോട്ട് ഡിഫൈൻഡ്. അടുത്ത വാചകം ഡിഫൈൻ ചെയ്തിട്ടില്ല. അടുത്ത വാചകം കിഷൻ റെഡ്ഡി പറഞ്ഞത്. അടുത്ത വാചകം ഇതാണ് പറഞ്ഞത്. ലവ് ജിഹാദ് താങ്കൾ പറഞ്ഞ പോലെ ഒരു വാചകം ശരിയാണ്. ലവ് ജിഹാദ് എന്നത് നിയമപ്രകാരം നിർവചിച്ചിട്ടില്ല. അങ്ങനെ ഒരു പരാമർശം ഇല്ല, നിലവിലില്ല. No such case of love jihad has been reported by any of the central agencies. അടുത്ത വാചകം എന്താണ് വിട്ടുകളയുന്നത്? അത് നല്ല അടികൊള്ളാത്തതിന്റെ നേരിൽ തന്നെ തരികട. ഇപ്പൊ പ്രവൃത്തിയിലും ശ്രീ VV രാജേഷ് തിരുവനന്തപുരത്ത് ചെന്നും മലപ്പുറത്ത് പുസ്തകം വായിച്ചും മനസ്സിലാക്കാൻ കഴിയുന്ന ലവ് ജിഹാദ് എന്നൊരു സംഭവമേ ഇല്ല എന്ന് കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി പറയുന്നത് വിശ്വസിക്കണോ? കേരളത്തിലെ BJP നേതാക്കൾ പറയുന്നത് വിശ്വസിക്കണോ? വെറുതെ അല്ല നാട്ടുകാർ മുഴുവൻ താൻ മണ്ടനാണെന്ന് പറയുന്നത്. ലവ് ജിഹാദ് എന്നൊരു സംഭവമുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. വസ്തുതയല്ല. നിയമപരമായിട്ട് അതിനെ നിർവചിച്ചു വരുമ്പോഴേക്കും അല്ലെങ്കിൽ കോടതിയിൽ അത് കേസായി വരുവാൻ ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ മാഡം. അതിനൊരുപാട് സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അത് അനുഭവിച്ച കുട്ടികൾ ഇവിടെ ഉണ്ടല്ലോ. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല, വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ കൃത്യമായിട്ട് അവരെ കണ്ടിട്ട് ഇത്രയും കാലം നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ഒരു വസ്തുത, ഒരു അന്വേഷണം, ഒരു പഠനം നടത്താൻ വേണ്ടി ശ്രീ അനിൽകുമാർ താങ്കളുടെ പാർട്ടിയോ ഗവൺമെന്റോ തയ്യാറാകുന്നില്ല. VV രാജേഷ് ഇത് അന്വേഷിച്ച കേന്ദ്ര ഏജൻസിയുടെ മറുപടിയാണ്, കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുടെ മറുപടിയാണ് ഞാൻ വായിച്ചത്. കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം. ഞാൻ വായിച്ചത് തെറ്റാണെങ്കിൽ താങ്കൾക്ക് എന്നെ തിരുത്താം. ഇത് സർക്കാർ പാർലമെന്റിൽ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ നൽകിയ പ്രസ്താവനയാണ്. G. കിഷൻ റെഡ്ഡി, കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി. ഞാൻ വായിച്ചത് തെറ്റാണെങ്കിൽ താങ്കൾക്ക് എന്നെ തിരുത്താം. അദ്ദേഹത്തിന് നിഷേധിക്കാനാവില്ല. ലവ് ജിഹാദ് എന്നൊന്ന് ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കേന്ദ്ര ഏജൻസികൾ. കോടതിയിൽ പറയുന്ന കാര്യമൊന്നുമല്ല. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ ഇതുവരെയും ലവ് ജിഹാദ് എന്നൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണോ കേന്ദ്ര സർക്കാർ കണ്ടെത്തിയത്? എവിടെയെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് കേരളത്തിലെ ആളുകളെ തമ്മിലടിപ്പിക്കാൻ ഇവിടെ വന്ന് BJP ലവ് ജിഹാദ് ഉണ്ട്, ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ കേന്ദ്ര ഏജൻസികൾക്ക് കണ്ടെത്താൻ കഴിയാത്ത, കേരളത്തിൽ അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ കഴിയാത്ത ഒരു സംഗതി ഉണ്ട് എന്ന് ആവർത്തിച്ച് പറയുന്നത് എന്ത് രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ് ശ്രീ VV രാജേഷ്? താങ്കൾ ഒരു മാധ്യമ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് ഒരു കുട്ടിയെങ്കിലും ഫോൺ ചെയ്തോ അല്ലെങ്കിൽ നേരിട്ട് കണ്ടോ താങ്കൾ സംസാരിച്ചു നോക്ക്. സംസ്ഥാനത്തെ മാധ്യമ പ്രവർത്തകരെ വിട്ടുകൊണ്ട് BJP നിയന്ത്രിക്കുന്ന കേന്ദ്ര ഏജൻസികളെ കൊണ്ട് ഇക്കാര്യം ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല ശ്രീ VV രാജേഷ്? ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഞാൻ ആവർത്തിച്ച് പറയുന്നത് എന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ, ഷാനി താങ്കൾ ആരെയാണ് വെള്ളപൂശാൻ ശ്രമിക്കുന്നതെന്ന് അറിയാം. അത് താങ്കൾ ചെയ്തോളൂ, താങ്കളുടെ ജോലി. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? നിങ്ങൾക്കും ഒരു വശം മാത്രമാണല്ലോ താല്പര്യം, ഒരൊറ്റ കാര്യം മാത്രമാണല്ലോ നിങ്ങൾ പറയുന്നത്. ഇന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന് വ്യക്തിപരമായി അറിയാവുന്ന കേസുകൾ എന്ന് പറഞ്ഞല്ലോ. പണം കൊടുത്ത് മതപരിവർത്തനം നടത്തുന്നത് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? പിന്നെ ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ കൂട്ട മതപരിവർത്തനം നടത്തുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ വ്യക്തിപരമായി അറിയാവുന്ന കേസ് ഉണ്ടെന്ന് കേരളത്തിന് മുമ്പിൽ പറയുമ്പോൾ അത് അന്വേഷിക്കണം എന്ന ആവശ്യം നിങ്ങൾക്കുണ്ടോ? നിർബന്ധിത മതപരിവർത്തനം എവിടെ നടക്കുന്നുണ്ടെങ്കിലും അത് അന്വേഷിക്കണം, കേസുകൾ രജിസ്റ്റർ ചെയ്യണം, ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. ഇതൊക്കെ ചെയ്യണമെന്നുള്ള അഭിപ്രായമുള്ള ആൾക്കാരാണ് ഞങ്ങൾ. കുറച്ച് ചാണകെടുക്കട്ടെ. വസ്തുതകൾ വെച്ച് സംസാരിക്കാനുള്ള ബാധ്യത കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്കുണ്ട്. അതേ ഞാൻ ഓർമ്മിപ്പിച്ചിട്ടുള്ളൂ. വസ്തുത ഉണ്ടെങ്കിൽ പുറത്തു കൊണ്ടുവരൂ. ഒരു വസ്തുത പോലും, ഒരു കേസ് പോലും നിയമപരമായി കൊണ്ടുവരാതെ ഇവിടെ അതുണ്ട്, ഇവിടെ ഇതുണ്ട്, മറ്റേതുണ്ട് എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എല്ലാവർക്കും അറിയാമെന്നത് മാത്രമേ ഉള്ളൂ. നീ അടുപ്പത്ത് വെച്ചിരിക്കുന്ന വെള്ളം ചൂടാകില്ല, അതങ്ങ് ഇറക്കി വെച്ചേ. ഇത്തരത്തിലുള്ള കേസുകൾ ലവ് ജിഹാദ് ഉണ്ട് എന്ന് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കിഷൻ റെഡ്ഡി പറഞ്ഞത് ഇത് ഡിഫൈൻ ചെയ്തിട്ടില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇത് ഡിഫൈൻ ചെയ്യണം. ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ചെയ്തു വരാൻ വേണ്ടി അതിൻ്റെതായ സമയമെടുക്കും. ആ പ്രൊസീജിയർ നടക്കുന്നുണ്ട്.